സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ശാസ്ത്രമെന്ന് പറഞ്ഞ പ്രകൃതിയുടെ നിയമങ്ങളെ തെളിയിക്കുന്നു. ചോദ്യത്തിൽ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ സാറിന് തിരുത്താം. ഭാഗവതം എന്ന് പറയുമ്പോൾ അത് ആത്മാവിൻ്റെ ഒരു പ്രഭയെ പ്രകാശിപ്പിക്കുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. ഈ രണ്ട് സംഭവങ്ങൾ കൂടെ നിത്യജീവിതത്തിൽ ഈ ശാസ്ത്ര മേഖലയിലായിക്കൊള്ളട്ടെ, ഒരു വ്യക്തിയുടെ ദൈനംദിന വ്യവഹാരത്തിലായിക്കൊള്ളട്ടെ, എപ്രകാരം സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കും? നമ്മുടെ പുതുതലമുറയിലുള്ള ഈ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളുടെ ഓട്ടത്തിനിടയിൽ ഇത് എത്രമാത്രം പ്രാക്ടിക്കലായി ഈ രണ്ട് സംഭവങ്ങളും, ശാസ്ത്രത്തിനെയും ഈ ആത്മീയതയും കൂടെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു ജീവിതക്രമം എങ്ങനെ കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സാറിൻ്റെ അഭിപ്രായം. വളരെ എഫക്റ്റീവായിട്ട് അതിന് ഉത്തരം പറയണമെങ്കിൽ ഒറ്റ വാക്കേ ഉള്ളൂ, അതാണ് ധർമ്മം. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇന്ന് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നത്, ഒരു സിനിമാ സംവിധായകനാണ് എനിക്ക് കാർ ഓടിച്ചു കൊണ്ടുവന്നത്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം എറണാകുളത്തുകാരനല്ല, പട്ടാമ്പിക്കാരനാണ്. അടുത്ത 6 മാസത്തിലാണ് എറണാകുളത്ത്. അപ്പോൾ വലിയ പണിയൊന്നുമില്ല. ഈ സിനിമക്കാരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് സിനിമ കഥ ഉണ്ടാക്കുകയാണല്ലോ ചെയ്യാം. അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു 4 ഗേൾസും 8 ബോയ്സും. ഈ 4 ഗേൾസ് നല്ലോണം സിഗരറ്റ് വലിക്കുന്നുണ്ടാവും. ഇവർക്കൊക്കെ കൊടുക്കുന്നതും കാശ് കൊടുക്കുന്നതും ചായ മേടിച്ചു കൊടുക്കുന്നതൊക്കെ ഈ ബോയ്സാണ്. കുറച്ച് കഴിയുമ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവർ പോകും. അപ്പോൾ ഇയാൾ വിചാരിച്ച് ഇവർ ഫ്രണ്ട്സാണ്, ക്ലാസ്മേറ്റ്സ് ആണെന്ന്. കുറച്ച് കഴിയുമ്പോൾ വേറെ 8 ബോയ്സ് വരും. ഈ ബാച്ചല്ല, വേറെ ബാച്ച്. ഫുൾ ഡേ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്ന കുറേ കുട്ടികൾ നമ്മളെ സിറ്റികളിൽ കാണാമെന്നുള്ളതാണ്. ഈ ഒരു 2-3 മാസത്തിൽ കുറേ കുട്ടികൾ എനിക്ക് എൻജിനീയറിങ്ങിന് എവിടെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ അവരവിടെയൊക്കെ ഞാൻ പറയാറുള്ളത്, വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്നിടത്ത് മാത്രമേ പഠിക്കാവുള്ളൂ. അതിന് ഏറ്റവും വലിയ കാരണം ഈ ഒരു പ്രശ്നം. നമ്മൾ ഈ ശാസ്ത്രം എന്നൊക്കെ പറയുന്ന സമയത്ത് വലിയ കാര്യമെന്ന് വിചാരിച്ചിട്ട് കുറേ ദൂരെയൊക്കെ പോയിട്ട് പഠിക്കും. ഇപ്പം ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ ഒരു ശാപം എന്താണെന്നറിയോ നിങ്ങൾക്ക്? എൻട്രൻസ് എക്സാം കോച്ചിങ് സെൻറ്ററുകളാണ് നമ്പർ 1. നമ്പർ 2 ട്യൂഷൻ സെൻറ്ററുകളാണ്. നമുക്ക് വലിയൊരു മഹാനായ മാഷുണ്ടായിരുന്നു, ഏറ്റവും വലിയ മാഷ്. വലിയ പുരാണത്തിലേക്കും ഇതിഹാസത്തിലേക്കൊന്നും പോണ്ട. നമ്മുടെ BC AD കാലഘട്ടങ്ങളിൽ ഏറ്റവും നല്ല മാഷായിട്ടുള്ളത് കൗടില്യൻ, അർത്ഥശാസ്ത്രം എഴുതിയിട്ടുള്ള ചാണക്യനാണ്. അദ്ദേഹം സ്വന്തം നാട് വിട്ടു പോയത് ഞാൻ പഠിപ്പിച്ച കുട്ടി വേറൊരാളെടുത്ത് പഠിക്കാൻ പോകുന്നുണ്ടെന്നുള്ള സങ്കടം കൊണ്ടാണ്. ഇന്നത്തെ എല്ലാ മാഷന്മാരും രാജിവെച്ച് പോണ്ടേ? വേണോ വേണ്ടയോ? ഞാൻ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു, എൻ്റെ കുട്ടി എന്ത് ചെയ്യുന്നു? വേറൊരാളടുത്ത് മാത്സ് പഠിക്കാൻ പോകുന്നു. ഞാൻ എവിടെയൊക്കെ പറയാറുണ്ട്, എൻ്റെ ശാപം, ഒരിക്കലും നിങ്ങൾ നന്നാവില്ല. എന്താ കാരണം? ശാസ്ത്രത്തിൽ കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുണ്ടാവണം. ഒരു കുട്ടിക്കും ഇല്ലാത്ത കഴിവ്. ഞാൻ 1 മില്യൺ, ഒരു കുഴപ്പമില്ലാണ്ട് പറയാം, ഇദ്ദേഹത്തിൻ്റെ കോളേജിലും പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോളേജിൽ പോയ സമയത്ത് വറാന്തയിൽ ഇറങ്ങി നിൽക്കിയപ്പോൾ ഞാൻ പണ്ട് പഠിപ്പിച്ചൊരു കുട്ടി അവിടെ ഉണ്ട്. കൂടെ ഫുൾ ആമ്പിള്ളേരുടെ കൂടെ ഒരു പെൺകുട്ടിയായിരുന്നു. അത് എന്ത് നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. അവിടെ പോയാൽ തീർന്നു കഥ. ഈ തരത്തിൽ നമ്മൾ പഠിക്കുന്നു എന്നൊക്കെ പറയുന്നത്, ഏറ്റവും കൂടുതൽ നീറ്റ് തോക്കുന്നവർ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. അതിന് പേര് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്താണെന്നറിയോ? റിപ്പീറ്റ്, റീറിപ്പീറ്റ്, അടുത്ത പേര് സൂപ്പർ റിപ്പീറ്റ് എന്നാണ്. വെച്ചു സൂപ്പർ ഫ്ലോപ്പ് എന്നൊക്കെ പറയുന്നതിന് പകരം ഇല്ലേ, ആലോചിച്ചൊക്കെ ഏറ്റവും സൂപ്പറായിട്ടുള്ളവരാണ് ഞങ്ങളെന്നുള്ള ധാരണയില്ല. അടുത്ത കാലത്തൊരു കുട്ടി കോയമ്പത്തൂരിൽ നിന്നാണ് വിളിക്കണേ. വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പാലക്കാടാണ്. ചോദിച്ചെന്താ കോയമ്പത്തൂർ? നാട്ടിലിപ്പോൾ നിൽക്കാൻ വയ്യ, 5 വർഷമായി ഡോക്ടറാവാൻ വേണ്ടി ശ്രമിച്ചിട്ട് പറ്റാത്തത് കൊണ്ട് നാട്ടിൽ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പോൾ ഡോക്ടറായി, അപ്പോൾ എനിക്ക് നാണക്കേട്. അടുത്തത് ആത്മഹത്യയാണ്. ഏറ്റവും നല്ല കുട്ടികളാണ്, പക്ഷെ ഒരു എൻട്രൻസിന് കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ കൊള്ളാത്തവരായി എന്നുള്ള ധാരണ. അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, എൻ്റെ ടെഡ് ലെക്ചറാണ് ലോകത്തിലെ ഏറ്റവും നല്ല ലെക്ചേഴ്സ്. ഡോക്ടർ TPS ടെഡ് ലെക്ചർ ഒന്ന് പോയി കാണണം. ഞാൻ എൻ്റെ കഥ പറയുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ ഏറ്റവും മോശം കുട്ടിയായിട്ടൊരു സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നെ. അതേ സ്കൂളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്ക് സമ്മാനം കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പഠിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാവുക? ക്വസ്റ്റ് ഫോർ നോളജ്, ചോദ്യം ചോദിക്കാനുള്ള കഴിവ് വേണം. ആ കഴിവ് പലപ്പോഴും നമുക്കില്ലാത്തത് കൊണ്ടാണ്. അത് ഓരോ കാര്യങ്ങളും നിങ്ങളൊക്കെ എനിക്ക് രാമായണത്തിൻ്റെ ഒരു മൂഡിലായതുകൊണ്ട് അതില്ലാണ്ട് പറയും. നമ്മൾ വലിയൊരു കഥ പറയില്ലേ, അഹല്യയുടെ കഥ ഇല്ലേ?
അഹല്യ ശാപം കൊണ്ട് ജന്മം കൊണ്ടിട്ടുള്ള ആളാണ്, ആണോ അല്ലയോ? ആരാ തെറ്റ് ചെയ്തത്? അഹല്യയാണോ? അഹല്യയെ റേപ്പ് ചെയ്തിട്ട് കേസൊക്കെ ആളാരാ? അല്ല, വേഷം മാറിയിട്ടാണെങ്കിലും വന്നതാരാണ്? ദേവേന്ദ്രനാണ്. ദേവേന്ദ്രനാണോ ശാപം കിട്ടുന്നത്, അഹല്യക്കാണോ? നിങ്ങൾ ഉത്തരം പറയണം. ആർക്കാ കിട്ടേണ്ടത്? രണ്ടാൾക്കും കിട്ടിയിട്ടുണ്ട് ശാപം. പക്ഷെ മറ്റേയാൾക്ക് ശാപമോക്ഷം പെട്ടെന്ന് കിട്ടി, അഹല്യക്ക് കിട്ടിയിട്ടില്ല. പിന്നെയും കുറേ കാലം കാത്തിരിക്കേണ്ടി വന്നു. എന്താ കാരണം? ഈ ലോകം നന്നാവണമെങ്കിൽ സ്ത്രീകൾ വ്യതിചലിക്കരുത് എന്ന ശാസ്ത്രമാണ് അതിനകത്ത്. അപ്പം എന്താണ് ശാസ്ത്രം? നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും അവരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ മനസ്സിലാവും, നമ്മൾ ഭാരതീയ ശാസ്ത്രമായി കൊടുത്തിട്ടുള്ളതൊക്കെ താൽക്കാലികമായിട്ട് തെറ്റാണെന്ന് തോന്നിയാലും എവിടെ മൂല്യച്യുതി ആർക്ക് വരുന്നു, സ്ത്രീകൾക്ക് വരുന്നോ, ആ ലോകം നഷ്ടമാകും, നമ്മൾ കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല എന്നാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം നമ്മുടെ ഭാരതത്തിൽ ശാസ്ത്രം എന്ന് പറയുന്നതായാലും മൂല്യം എന്ന് പറയുന്നതായാലും ധർമ്മം എന്ന് പറയുന്നതായാലും വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കേണ്ടത് ആരുടെ കയ്യിലാവണം? അമ്മമാരുടെ കയ്യിലാവണം. ഞാൻ പറഞ്ഞല്ലോ 8ാം ക്ലാസ്സിൽ മോശം കുട്ടിയായിരുന്നു, മഹാവികൃതിയായിരുന്നു ചെറുപ്പത്തിൽ. അച്ഛൻ 4 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ് എനിക്ക്. ഇത്ര വികൃതിയായിട്ട് നാട്ടിൽ ഒരാളുണ്ടാവില്ല. അപ്പോഴും വികൃതി കഴിഞ്ഞാൽ അമ്മ തലയിൽ കൈ വെച്ചിട്ട് പറയും, മോനെ നാളെ നീ നന്നാവുന്നു. എന്താ പറയാ? നാളെ നീ നന്നാവുന്നു. വലിയ അർത്ഥമുണ്ട് അതിന്. ഇന്ന് മോശമാണ് എന്നാണ് അർത്ഥം. പക്ഷെ നെഗറ്റീവ് അല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? പോസിറ്റീവാണ്. ഈ ലോകത്ത് നമ്മൾ പോസിറ്റീവ് അവേർഷൻസ് കൊടുക്കാത്തിടത്തോളം കാലം, കുറ്റം മാത്രം പറഞ്ഞാൽ ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റാണ്ടാവും. അത് മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കുട്ടികളെ മാറ്റണം. ഈ ശാസ്ത്രം എന്ന് പറയുന്ന ആ ബോധം എന്ന് പറയുന്നത് ജീവിതത്തിൽ എങ്ങനെ നന്നാവണം, എങ്ങനെ നന്നാവണം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നന്നാവണം. ആകെ ലോകത്ത് 3 ആഗ്രഹങ്ങളേ ഉള്ളൂ എന്നാണ്. 3 ആഗ്രഹങ്ങൾ. ഏതൊക്കെയാ? നല്ലപോലെ കാശുണ്ടാക്കണം. ആർക്കാ ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. പിന്നെ വേണ്ടത് എന്താണ്? നല്ല പ്രസിദ്ധി വേണം. ആർക്കാ പ്രസിദ്ധി വേണ്ടാത്തത്? അതും വേണം. പിന്നെന്താ വേണ്ടത്? പ്രസിദ്ധി വേണം, പണം വേണം. പിന്നെന്താ വേണ്ടേ? ഹാപ്പിനെസ് എന്നാ പറഞ്ഞത്. അത് 4ാമത്തെയാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ എന്തിനാ ഇരിക്കണം? പ്രസിദ്ധിക്കാണോ? അറിവിനാണ്. ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? അറിവാണ്. അത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. നിങ്ങളൊക്കെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ധ്യാന ശ്ലോകത്തിൽ വേദാന്തകോ ബ്രാഹ്മണ ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യോ ധനസമൃദ്ധ ശൂദ്ര സുഖമാപ്നുയാത്. സുഖം വേണ്ട ആള്, സന്തോഷം വേണ്ട ആള് ശൂദ്രനാണ്. ഇതെന്തിനാ ചൊല്ലണേ? ഈ 4 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പഠിപ്പിക്കണം. ഒന്ന് മാത്രം പോരാ. അറിവുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അറിവുണ്ടായിട്ട് പ്രസിദ്ധി ഇല്ലാണ്ടായാൽ പിന്നെ നമുക്കൊക്കെ പ്രസിദ്ധി വേണ്ടാന്ന് തോന്നും, അറിവ് വേണ്ടാന്ന് തോന്നും, ഡിപ്രഷനിലേക്ക് പോകും. കാശ് ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ബുദ്ധി ഇല്ലാണ്ട് മണ്ടത്തരം ചെയ്യുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? കാശുണ്ടായിട്ടും കാര്യമില്ല എന്ന് പറയും. അതും വേണം. എന്തേ വേണ്ടാത്തത്? എൻ്റെ ഈ ഭാഗം ബ്രാഹ്മണനാണ്, ഈ ഭാഗം ക്ഷത്രിയനാണ്, വയറ്റിപ്പഴപ്പാണ് ശൈവൻ, വൈശ്യൻ, ശൂദ്രനാണ് എൻ്റെ കാല്. ഈ തോന്നലിൽ നമ്മൾ കുട്ടികളെയും ജ്ഞാനത്തെയും ധർമ്മത്തെയും ബോധത്തെയും പഠിപ്പിക്കാതെ ഒന്ന് മാത്രം വേണം എന്ന് പറയുമ്പോഴും പവറും പൊസിഷനും വേണം. അതാണ് ഇന്നത്തെ കാണുന്ന TV ചാനലിലൊക്കെ പ്രസിദ്ധിയാണ്. വിവരമൊന്നുമില്ല. ആരെങ്കിലും കൊടുക്കുന്ന സ്ക്രിപ്റ്റാ വായിക്കുക. അതുപോരാ. നല്ലപോലെ കാശുണ്ടാക്കണം. ഇതാണ് ഭാരതത്തിൻ്റെ ശൈലി. അതാവണം നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതല്ലെങ്കിൽ ശാപമോക്ഷമില്ലാതെ പ്രശ്നങ്ങളിലേക്ക് എപ്പോഴോ കാലം കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് ബോധം തീരും. ചാവാറാവുമ്പം ഈ ബോധം ഉണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ബോധമുണ്ടാവേണ്ടത് ചെറുപ്പത്തിലാണ്. അത് പഠിക്കാനുള്ള ബോധം നമ്മൾ ഓരോ കുട്ടികളിലും ഉണ്ടാക്കി കൊടുത്താൽ ഭാരതം പൂർണ്ണമായിട്ടും ഇതിൽ നിന്നൊക്കെ മുക്തിയായി സന്തോഷത്തിൻ്റെ ലോകമായിട്ട് മാറും. അതുണ്ടാക്കിയെടുക്കാൻ നമുക്കൊക്കെ ഈ ഒരു പ്രഭാഷണത്തിൻ്റെയൊക്കെ കാര്യം ഇതാണ്. പണ്ട് ഗുരുവായൂരൊരു പ്രഭാഷണത്തിന് പോകുന്ന സമയത്ത് എന്നെ കൂട്ടാൻ വന്നൊരു മാഷായിരുന്നു, റിട്ടയേർഡ്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ ഇരിക്കുന്നവരൊക്കെ വയസ്സന്മാരാ, സബ്ജക്റ്റ് എന്താണെന്നറിയോ? പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അപ്പം ചോദിച്ചു, നിങ്ങളുടെ മക്കളോ? അവർക്ക് വേറെ പണിയുണ്ട്, നമുക്ക് പണിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത്. എന്തിനാ പ്രഭാഷണത്തിൽ വന്നത്? വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത്. നിങ്ങളുടെയൊക്കെ ചെറുപ്പക്കാരായ മക്കൾ വീട്ടിലുണ്ടാവും, ഉണ്ടാവില്ലേ? എന്തേ വരാത്തത്?
അവർക്ക് വേറെ പണിയുണ്ട്. നമുക്കൊരു പണിയുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതാണ് നമ്മുടെ കുഴപ്പം. നമ്മളവരെ നിർബന്ധപൂർവം പഠിപ്പിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ വലിയ വലിയ ആഘാതങ്ങൾ നമുക്കുണ്ടാവും. ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ ധർമ്മം പഠിപ്പിക്കുക. എന്താണ് അവൻ്റെ ധർമ്മം? കാശുണ്ടാക്കൽ നമ്മുടെ ധർമ്മമാണ്. പ്രസിദ്ധി വേണം. അതുപോലെ തന്നെ എന്നും വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല. വേണ്ടാന്ന് ഉണ്ടായിട്ട് വേണ്ടാത്തവരെന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ളവരും ഇല്ലാത്തവരും, അതാണ് മാർക്സിയൻ. പക്ഷെ അതിൽ നിന്ന് ഉണ്ടായിട്ട് വേണ്ടാത്തവരെന്ന് പറയുന്ന ഒരു വർഗമുണ്ട്. ആ വർഗത്തിലാവണം നമ്മൾ. കുറേ ഉണ്ടാക്കണം, എന്നിട്ട് വേണ്ടാന്ന് നോക്കണം. അപ്പോഴാണ് നമ്മൾ കേമന്മാരാവുക. അതാണ് ഉണ്ടാവേണ്ടത്. നല്ലപോലെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊക്കെ സാധിക്കും. ഒന്ന് മെനക്കെടം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ട് വീണ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, 5-8 മണിക്കൂർ 10-30 കൊല്ലം പഠിച്ചാൽ മതി എന്ന് പറയും. അതുപോലെയാ അല്ലേ? അപ്പൊ അതുകൊണ്ട് അന്ധകാലേച്ച മനസ്സെ സ്മരൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അന്ധകാലം എന്ന് മാത്രമല്ല, ചാന്നും കൂടി ചേർത്തിട്ടുണ്ട്. ആ അവസാന കാലവും കൂടി എന്നാണ് അർത്ഥം. ബാക്കി വേണ്ടാന്നല്ല. കൃത്യമായിട്ട് അതൊക്കെ ഉണ്ടായാൽ നന്നാവാനുള്ള എല്ലാ യോഗ്യതയും ഉള്ളവരാണ് നമ്മൾ. ജന്മം കൊണ്ട് നല്ലതാണ്. അപ്പോൾ ശാസ്ത്രബോധമുണ്ട്. ക്വസ്റ്റ് ഫോർ നോളജ്, ചോദ്യം ചോദിക്കാനുള്ള കഴിവുണ്ട്. നമുക്കൊക്കെ ഗ്രാജുവേഷൻ കിട്ടുമ്പോൾ കിട്ടുന്നൊരു ഡിഗ്രി ടെക്, BA, BCom എല്ലാം ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യണേ. MBBS B. ഇവരോട് ചോദിച്ചേക്കാം ബി എന്താണെന്ന്. ബി എന്താ? ബാച്ചിലർ എന്നാണ്. എന്താണ് ബാച്ചിലർ? ബ്രഹ്മചാരി എന്താണ്? എന്താണ് ബ്രഹ്മചാരി? ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം. എൻ്റെ ഹൃദയത്തിനുള്ളിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ബ്രഹ്മാവ് ഉണ്ടായാൽ ആര് വരും? സരസ്വതി വരും. ഭർത്താവിനെ ഉള്ളിൽ പിടിച്ചു വെച്ചാൽ ഭാര്യ നാവിൽ വരും. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് കർമ്മം കിട്ടും. ആര് വരും? വിഷ്ണു വരും. വിഷ്ണു വന്നാൽ ആര് വരും? ലക്ഷ്മി വരും. ലക്ഷ്മിയും വിഷ്ണുവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ സുഖമായിട്ട് ശിവന്റെ മടിയിൽ കിടന്നുറങ്ങാൻ പറ്റും. എന്തുണ്ടെങ്കിൽ പാർവതി ഉണ്ടെങ്കിൽ. ശക്തി ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡോക്ടറെ അടുത്ത് പോയാലും ആദ്യം ചോദിക്കുക ഉറക്കമുണ്ടോന്നാണ്. ഉറക്കമുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, ചികിത്സിച്ച് മാറ്റാമെന്ന അർത്ഥം. എന്ന് വെച്ചാൽ അതർത്ഥം കുറച്ചെങ്കിലും പ്രാണനുള്ളിലുണ്ടെങ്കിലേ സുഖമായ ഉറക്കം കിട്ടുള്ളൂ എന്നാണ്. അതാണ് നമ്മൾ ആദ്യം ചൊല്ലേണ്ട മന്ത്രം. ഏറ്റവും നല്ല മന്ത്രം അതാണ്. കരാഗ്രേ വസത്തെ, ഇങ്ങനെ ചൊല്ലരുത്. കരാഗ്രേ വസത്തെ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. എന്തു നല്ല ശ്ലോകമാണ്. ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ വെറുതെ പഠിപ്പിച്ചാൽ പോരാ. ഓരോ ശ്ലോകവും എടുക്കുക. നിത്യശ്ലോക ഡോക്ടർ TPS നടിക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDG. ഞാൻ അടുത്ത കാലത്ത് എഴുതിയ ബുക്ക് സനാതന ധർമ്മ ഗോൾസ് എന്നാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ല, സനാതന ധർമ്മ ഗോൾസ്. ഡോക്ടർ TPS അടിച്ചു നോക്കൂ. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലോകത്തിലേക്ക് മാറ്റം വരുത്താൻ നമ്മുടെ പഴയ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോവുകയല്ല, നമ്മുടെ പാരമ്പര്യം തിരിച്ചു കൊണ്ടുവരികയാണ്. നമ്മൾ പോകാൻ പറ്റുമോ? നമുക്ക് തിരിച്ചു കൊണ്ടുവരാമല്ലോ. അത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഗമാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ സന്ദേശമാക്കി മാറ്റിയാൽ സന്തോഷം നമ്മളിൽ സ്ഥിരമായിട്ടുണ്ടാവും. സന്തോഷം വെറുതെ ഉണ്ടായിട്ട് കാര്യമില്ല. ഫെയിം, ലേൺ, എല്ല് കട്ട് ചെയ്യുക. അപ്പം ഏൺ, പിന്നെ ഫെയിം. ഇതാണ് സ്ഥിരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ പേരെന്നെ ഡോക്ടർ TPS എന്നാണ്. ടീച്ചേഴ്സ് പാരൻസ് സ്റ്റുഡൻസ്. ഇതാണ് എൻ്റെ സ്ഥിരം പണി. സന്തോഷം.